പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 8, തിരുവചനങ്ങൾ 1 മുതൽ 5 വരെ. അവൻ 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അരമണിക്കൂറോളം സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി. ദൈവസന്നിധിയിൽ നിന്നിരുന്ന 7 ദൂതന്മാരെ ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളങ്ങൾ നൽകപ്പെട്ടു. മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപകലശവുമായി ബലിപീഠത്തിന് മുമ്പിൽ വന്നു നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമളദ്രവ്യം അവന് നൽകപ്പെട്ടു. ദൂതൻ്റെ കയ്യിൽ നിന്ന് പരിമളദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ദൂതൻ ധൂപകലശം എടുത്ത് ബലിപീഠത്തിലെ അഗ്നി കൊണ്ട് നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഇടിമുഴക്കങ്ങളും ഉച്ചഘോഷങ്ങളും മിന്നൽ പിണറുകളും ഭൂമി കുലുക്കവും ഉണ്ടായി. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, വെളിപാട് പുസ്തകത്തിലെ 2-ാം ഭാഗം ശിക്ഷാവിധിയിലൂടെ രക്ഷ നടപ്പിലാക്കുന്നതിൻ്റെ ചിത്രമാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. തിന്മയുടെ മേലുള്ള ശിക്ഷാവിധിയിലൂടെ ഈ ഭൂമിയെ മുഴുവനും ശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ദൈവം നടപ്പിലാക്കുന്നത്. അത് 3 സപ്തഗണങ്ങളായി തിരിച്ച് അവതരിപ്പിക്കുന്നു എന്ന് നമ്മൾ കണ്ടായിരുന്നു. ആദ്യത്തെ സപ്തഗണം മുദ്രകൾ തുറക്കുന്നതുമായി ബന്ധപ്പെടുത്തിയാണ്. സിംഹാസനസ്ഥനായ ദൈവത്തിൻ്റെ കയ്യിലിരുന്ന വലിയ ചുരുൾ, ആ ചുരുളിലെ 7 മുദ്രകളും കുഞ്ഞാട് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ശിക്ഷാവിധികളുടെ ചിത്രീകരണമാണ് ആദ്യമേ കണ്ടത്. മുദ്രകളുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധികളുടെ അവസാനം 7-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ പുതിയ ഒരു ശിക്ഷാ പരമ്പര തന്നെ അരങ്ങേറുകയാണ്. അത് കാഹളങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 7 കാഹളങ്ങൾ ഊതാനായി 7 ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി ഈ 2-ാമത്തെ സപ്തഗണം ആരംഭിക്കുകയായി. 7-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി കഴിയുമ്പോൾ വീണ്ടും ഒരു പുതിയ പരമ്പര തന്നെ, ശിക്ഷയുടെ പരമ്പര തന്നെ ആരംഭിക്കുന്നു. അത് 7 ശിക്ഷാപാത്രങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്ന ദൂതന്മാരുടെ ചിത്രീകരണമാണ്. ഇങ്ങനെ 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 പാത്രങ്ങൾ, ഇങ്ങനെ 3 പരമ്പരകൾ, 7 വീതം ദീർഘിക്കുന്ന 3 പരമ്പരകളിലൂടെയാണ് ദൈവം ഈ ഭൂമിയുടെ മേൽ രക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നത്, തിന്മയെ ഉന്മൂലനം ചെയ്യുന്നത്. ഓരോന്നും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ഓരോ സപ്തഗണവും വരുമ്പോൾ ശിക്ഷയുടെ കാഠിന്യം അതുപോലെ തന്നെ വ്യാപ്തി വർദ്ധിക്കുന്നതായിട്ടും കാണും. 7-ാമത്തെ മുദ്ര തുറക്കുന്നതിന് മുൻപേ ഒരു സ്വർഗീയ ദർശനം നമ്മൾ കണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ടവരുടെ, രക്തസാക്ഷികളുടെ ഒരു ഗാനത്തോടു കൂടിയാണ് ആ സപ്തഗണം അവസാനിക്കുന്നത്. 7-ാമത്തെ മുദ്ര തുറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും എന്ന് പറഞ്ഞു വെച്ചു. ദൈവം തന്നെ അവർക്ക് മുകളിൽ കൂടാരമായി വിരിയും. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് എല്ലാ കണ്ണീരും തുടച്ചു മാറ്റും. ഇവിടെ ഇനി വെയിലോ ചൂടോ അവിടെ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസനത്തിന് മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയിക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. വാസ്തവത്തിൽ പുസ്തകം ഇവിടെ അവസാനിക്കുമെന്ന് തോന്നും. എല്ലാം പൂർത്തിയായി. ദൈവം എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണീർ തുടച്ചു മാറ്റി കഴിയുമ്പോൾ പിന്നെന്താണ് അവശേഷിക്കുന്നത്? പക്ഷേ ഇനിയും എല്ലാം പൂർണ്ണമായിട്ടില്ല. അതാണ് 7-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ സംഭവിക്കുന്നത്. 7-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു സ്വർഗീയ ദർശനമുണ്ട്. കാഹളവുമായി പ്രത്യക്ഷപ്പെടുന്ന ദൂതന്മാർ കാഹളം ഊതുന്നതിന് മുമ്പേ ഒരു പ്രാർത്ഥനയുടെ ദൃശ്യം, ഒരു സ്വർഗീയ ദർശനം അവതരിപ്പിക്കുന്നു. 8-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ. ഇതുപോലെ തന്നെ 7-ാമത്തെ കാഹളം മുഴക്കി കഴിയുമ്പോൾ വീണ്ടും ഒരു സ്വർഗീയ ദർശനം, ഒരു പ്രാർത്ഥനയുടെ സ്വർഗീയ ദർശനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 7 കാഹളങ്ങളുടെ ആരംഭത്തിലും കാഹളങ്ങളുടെ അവസാനത്തിലും ഒരു സ്വർഗീയ ദർശനം അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ സംഭവ പരമ്പരകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അരമണിക്കൂറോളം സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി എന്ന് പറയുന്നു. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചു കഴിയുമ്പോൾ വലിയ ആകാംക്ഷ അനുവാചകരിൽ ജനിപ്പിക്കുന്നതാണ്. ഒന്നിനു പിറകെ ഒന്നായി കൊടുങ്കാറ്റ് പോലെ കടന്നു വന്ന ഈ പരമ്പരകൾ പെട്ടെന്ന് നിൽക്കുകയും എല്ലാം ശാന്തവും നിശബ്ദവുമാവുകയും ചെയ്യുമ്പോൾ ഇനിയും എന്തോ ഭീകരമായ ഒന്ന് വരാൻ പോകുന്നു എന്ന ഒരു സൂചന നൽകുന്നുണ്ട് ഈ നിശബ്ദത. അതന്നെയുമല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ ലോകം മുഴുവനും നിശബ്ദമായി ആരാധന അർപ്പിക്കുന്ന ഒരു ചിത്രവും ഉണ്ട്. എപ്പോഴും ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയല്ല, എപ്പോഴും പരിശുദ്ധ വിളിക്കുന്നതിന് മുമ്പ് ഇടയിൽ തന്നെ
ഏകാഗ്രതയിൽ നിശബ്ദമായി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിൻ്റെ ആവശ്യകതയും ഇവിടെ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി. ദൈവസന്നിധിയിൽ നിന്നിരുന്ന 7 ദൂതന്മാരെ ഞാൻ കണ്ടു. 7 ദൂതന്മാർ 7 മുഖ്യദൂതന്മാരാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ നടപ്പിലാക്കുന്നവരാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ, സഹായികൾ, സേവകരാണവർ. 7 ദൂതന്മാരെക്കുറിച്ച് പാരമ്പര്യം പറയുന്നത് ഇപ്രകാരമാണ്. 7 മുഖ്യദൂതന്മാരുടെ ചിത്രീകരണം. അവർ ഊറിയേൽ, റഫായേൽ, മിഖായേൽ, സാരിയേൽ, ഗബ്രിയേൽ, റെമിയേൽ എന്നിങ്ങനെ 7 ദൂതന്മാരുടെ പേരുകൾ സഭാ പാരമ്പര്യത്തിൽ കാണാം. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കട്ടെ. ഊറിയേൽ, റഫായേൽ, റഗുവേൽ, മിഖായേൽ, സാരിയേൽ, ഗബ്രിയേൽ, റെമിയേൽ, ഇങ്ങനെ 7 ദൂതന്മാർ. ഇതിൽ റഫായേലും മിഖായേലും ഗബ്രിയേലും നമുക്ക് സുപരിചിതരാണ്. ബാക്കി ഉള്ള പേരുകൾ അത്ര തന്നെ പരിചിതമല്ല. ഈ 7 ദൂതന്മാരും കാഹളം മുഴക്കാനായി, ഇത് ഈ മുഖ്യദൂതന്മാരാണ് എന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുന്നില്ല. കർത്താവിൻ്റെ അടുത്തു നിൽക്കുന്ന കർത്താവിൻ്റെ സേവകരായ 7 ദൂതന്മാരെക്കുറിച്ചാണ് ഇവിടെ പരാമർശം. ഇങ്ങനെ ദൂതന്മാർക്ക് കാഹളം കൊടുത്തു. പക്ഷേ അവർ കാഹളം മുഴക്കുന്നതിന് മുമ്പേ സംഭവിക്കുന്നത് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂവ കലശവുമായി ബലിപീഠത്തിന് മുമ്പിൽ വന്നു നിന്നു. ബലിപീഠം ജെറൂസലം ദേവാലയത്തിൽ 2 ബലിപീഠങ്ങളുണ്ടായിരുന്നു. ഓടുകൊണ്ടുള്ളൊരു വലിയ ബലിപീഠം അതിലെ മൃഗങ്ങളെ ബലിയായി അർപ്പിക്കുന്നതാണ്. അത് വിശുദ്ധ സ്ഥലത്തിന് പുറത്താണ്. അതേസമയം വിശുദ്ധ സ്ഥലത്തിനകത്ത് അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ വിരിയുടെ തൊട്ടു മുമ്പിൽ സ്ഥാപിച്ചിരുന്ന ഒരു ചെറിയ ബലിപീഠമുണ്ട്. അതിനെ സുഗന്ധ ബലിപീഠം എന്നാണ് പറയുക. സ്വർണം കൊണ്ടുണ്ടാക്കിയ സുഗന്ധ ബലിപീഠം, ഓടുകൊണ്ടുണ്ടാക്കിയ മൃഗബലിയുടെ പീഠം. ഈ സുഗന്ധ പീഠത്തിന് 90 സെൻറ്റിമീറ്റർ ഉയരവും 40 സെൻറ്റിമീറ്റർ ചതുരവുമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഈ സുഗന്ധ ബലിപീഠത്തിലാണ് സുഗന്ധ വസ്തുക്കൾ അർപ്പിക്കുക, സുഗന്ധ ബലി അർപ്പിക്കുക. ധൂപാർച്ചനയ്ക്കുള്ള ബലിപീഠമാണത്. ഒരു ധൂപകലശവുമായി ബലിപീഠത്തിന് മുമ്പിൽ വന്നു നിന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിലുള്ള ബലിപീഠത്തിന്മേൽ, ഇത് സ്വർഗീയ സിംഹാസനത്തെയും സ്വർഗീയ ബലിപീഠത്തെയും ഭൂമിയിലെ അതിവിശുദ്ധ സ്ഥലവും ബലിപീഠവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. മോശയ്ക്ക് കൊടുത്തൊരു കൽപ്പനയുണ്ടായിരുന്നു, നീ മലമുകളിൽ വെച്ച് കണ്ടതെല്ലാം അതേ മാതൃകയിൽ തന്നെ കൂടാരവും അതിൻ്റെ സാമഗ്രികളും ഉണ്ടാക്കണമെന്ന് മോശയ്ക്ക് കൽപ്പന നൽകിയിരുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിലെ ജെറൂസലത്തെ ദേവാലയം സ്വർഗീയ ദേവാലയത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഒരു പ്രതീകമാണെന്നും വിശുദ്ധ സ്ഥലത്താണ് ദൈവം ഉപവിഷ്ടനായിരിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ, വിരിയുടെ മുമ്പിലുള്ള ആ വിശുദ്ധ സ്ഥലത്തെ ബലിപീഠത്തിലാണ് ഇവിടെ ധൂപം അർപ്പിക്കുന്നത് എന്നും വിവരിക്കുന്നു. അതായത് സുഗന്ധ ബലിപീഠം ജെറൂസലം ദേവാലയത്തിൽ എപ്രകാരം വിരിയുടെ മുമ്പിലിരുന്നുവോ അതുപോലെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവസന്നിധിയിൽ ഒരു സ്വർഗീയ സുവർണ ധൂപപീഠം ഉണ്ട് എന്ന് പ്രതീകാത്മകമായി അവതരിപ്പിക്കുകയാണ്. സിംഹാസനത്തിൻ്റെ മുമ്പിലുള്ള ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമള ദ്രവ്യം നൽകപ്പെട്ടു. ദൂതന്മാർ ദൈവസന്നിധിയിൽ നിന്ന് സന്ദേശവുമായി വരിക മാത്രമല്ല, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മനുഷ്യരുടെ പ്രാർത്ഥന എത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ സൂചന. തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഇത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. റഫായേൽ ദൂതൻ തോബിത്തിൻ്റെയും സാറായുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിൽ അർപ്പിച്ചിരുന്നതായിട്ട് 141 സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിൽ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. പ്രാർത്ഥന തന്നെ ധൂപാർച്ചനയായി സ്വീകരിക്കണമെന്ന് സങ്കീർത്തകൻ പറയുന്നു. അപ്പോൾ ഭൂമിയിൽ മനുഷ്യനർപ്പിക്കുന്ന പ്രാർത്ഥന അത് ദൈവസന്നിധിയിൽ ദൈവദൂതന്മാർ എത്തിച്ചു കൊടുക്കുന്നു. ദൈവദൂതന്മാരും വിശുദ്ധരും ചേർന്ന് ഭൂമിയിലെ മനുഷ്യരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. ഇപ്പോൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ സൂചനയുടെ കാണാം. ദൂതന്മാരും വിശുദ്ധരും ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഒരുമിച്ച്, ജീവിച്ചിരിക്കുന്നവരും മരിച്ച് സ്വർഗത്തിലെത്തിയവരും ഒരുമിച്ച് ദൈവത്തിന് ആരാധന അർപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ വിരിയുന്നത്. എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമളദ്രവ്യം നൽകപ്പെട്ടു. ദൂതൻ്റെ കയ്യിൽ നിന്ന് പരിമളദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ദൂതൻ ധൂപകലശമെടുത്ത് ബലിപീഠത്തിലെ അഗ്നി കൊണ്ട് നിറച്ചു.
ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥന അർപ്പിച്ചതിന് ശേഷം ആ ബലിപീഠത്തിൽ നിന്ന് അഗ്നി എടുത്ത് ഭൂമിയിലേക്ക് എറിയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ള നീതി നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ചിത്രീകരണം കൂടിയാണ്. ഇനിയും എത്ര നാൾ ഞങ്ങൾ കാത്തിരിക്കണം, ഞങ്ങൾക്ക് അവിടെ നീതി നടത്തിത്തരാനെന്ന് ബലിപീഠത്തിൻ്റെ അടിയിലുണ്ടായിരുന്ന ആത്മാക്കൾ ചോദിച്ചു. അല്പസമയം കൂടി വിശ്രമിക്കാനായിട്ട് അവർക്ക് കൽപ്പന നൽകി എന്ന് പറഞ്ഞു. ആ വിശ്രമം ഇപ്പോൾ അവസാനിക്കുകയാണ്. അവരുടെ പ്രാർത്ഥന ഫലവത്താകുന്നു. ദൈവദൂതൻ ബലിപീഠത്തിൽ നിന്ന് അഗ്നിയെടുത്ത് ഭൂമിയിലേക്ക് എറിയുന്നത് ശിക്ഷാവിധി നടപ്പിലാക്കുന്നതിൻ്റെയും ഭൂമി ശുദ്ധീകരിക്കുന്നതിൻ്റെയും ഒരു പ്രതീകമാണ്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: അവിടുന്ന് ചണവസ്ത്രധാരിയോട് ആജ്ഞാപിച്ചു, നീ കെരൂബുകളുടെ കീഴിലുള്ള ചക്രങ്ങൾക്കിടയിലേക്ക് പോവുക. കെരൂബുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ ജ്വലിക്കുന്ന തീക്കനലെടുത്ത് നഗരത്തിനുമീതെ വിതറുക. നഗരത്തിനുമീതെ അഗ്നി വിതറുന്നത് നഗരത്തിനുമേലുള്ള ശിക്ഷാവിധി നടപ്പിലാക്കുന്നതാണ്. അപ്പോൾ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ കണ്ട ആ ചിത്രവുമായി ബന്ധപ്പെടുത്തിയാണ് വെളിപാട് പുസ്തകത്തിലെ ഈ അഗ്നി ഭൂമിയിലേക്ക് എറിയുന്നതിനെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇടിമുഴക്കങ്ങളും ഉച്ചഘോഷങ്ങളും മിന്നൽ പിണറുകളും ഭൂമി കുലുക്കവും ഉണ്ടായി. ഇത് ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ഭൂമിയിലേക്ക് അഗ്നി എറിഞ്ഞു. ദൈവം തന്നെ ഇവിടെ ശിക്ഷാവിധി നടപ്പിലാക്കാൻ പോകുന്നു, തിന്മയ്ക്ക് അറുതി വരുത്താൻ പോകുന്നു. ഇതേ സംഭവ പരമ്പരകൾ തന്നെ ഈ 7-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി കഴിയുമ്പോഴും സംഭവിക്കുന്നു. അത് 11-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്രകാരം വായിക്കുന്നു: സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. അപ്പോൾ 8-ാം അധ്യായം 5-ാമത്തെ വാക്യവും 11-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യവും ഒരേ രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് മധ്യത്തിലുള്ളവയെ ഒന്നായിട്ട് കാണണം എന്ന് ഗ്രന്ഥകാരൻ അർത്ഥമാക്കുന്നു എന്ന് വ്യക്തം. ഈ 1-7 കാഹളങ്ങൾക്ക് ഇടയിൽ ഒരു ഇടവേള എന്ന വണ്ണം 6-ാമത്തെ കാഹളം മുഴക്കിക്കഴിയുമ്പോൾ 7-ാമത്തെ കാഹളം മുഴക്കുന്നതിന് മുമ്പായി പുതിയ ഒരു ദർശനം അവതരിപ്പിക്കുന്നുണ്ട്. ചുരുളേന്തിയ ഒരു ദൂതനും 2 സാക്ഷികളും. ചുരുൾ വിഴുങ്ങുന്നൊരു ചിത്രവും അതിനുശേഷം അത് 2 സാക്ഷികളും എന്ന ഒരു പുതിയ ഭാഗം ഇതിനിടയിൽ തിരികെ ഇതുപോലെ വരുന്നുണ്ട്. നമ്മളത് പിന്നീട് പഠന വിഷയമാക്കുന്നതാവും. ഇനി ഈ കാഹളങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ഓരോ കാഹളവും മുഴക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. എല്ലാം ഓരോ ശിക്ഷാവിധികളാണ്. ആദ്യത്തെ 4 കാഹളങ്ങൾ മുഴക്കുമ്പോൾ സംഭവിക്കുന്നത് പ്രപഞ്ചത്തെ സ്പർശിക്കുന്ന, പ്രപഞ്ചത്തെ ബാധിക്കുന്ന മഹാമാരികളാണ്. 5ഉം 6ഉം കാഹളങ്ങൾ മുഴക്കുമ്പോൾ അതിഭീകരമായ പൈശാചികമായ ശക്തികൾ ഭൂമിയിലേക്ക് കടന്നു വരികയും മനുഷ്യൻ്റെ മേൽ അത് തിന്മകൾ വരുത്തുകയും ചെയ്യുന്നതായിട്ട് കാണാം, ശിക്ഷാവിധി നടപ്പിലാക്കുന്നതായിട്ട്. ആദ്യത്തെ 4 കാഹളങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധികൾ പുറപ്പാട് പുസ്തകത്തിലെ മഹാമാരികളുമായി ബന്ധപ്പെട്ടവയാണ്. ഞാൻ വായിക്കട്ടെ. 7 കാഹളങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാർ അവ ഊതാൻ തയ്യാറായി. 1-ാമൻ കാഹളം മുഴക്കി. അപ്പോൾ രക്തം കലർന്ന തീയും കന്മഴയും ഉണ്ടായി. അത് ഭൂമിയിൽ പതിച്ചു. ഭൂമിയിലെ 1/3 ഭാഗം വെന്തെരിഞ്ഞു. വൃക്ഷങ്ങൾ 1/1 കത്തിച്ചാമ്പലായി. കാഹളങ്ങൾ മുഴക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാഹളങ്ങൾ ദൈവത്തിന് സന്ദേശം വിളിച്ചറിയിക്കുന്നതാണ്. യുദ്ധത്തിന് ഒരുക്കമായി ഉള്ള പടയാളികളോട് സജ്ജീകൃതമായിരിക്കാനുള്ള ആഹ്വാനമാകാം, അല്ലെങ്കിൽ ശത്രു കടന്നു വരുന്നതിൻ്റെ ആക്രമണത്തിൻ്റെ ഒരു മുൻ സൂചനയാവാം, അതല്ലെങ്കിൽ ഒരു സന്ദേശം വിളിച്ചറിയിക്കാനാവാം. ഇവിടെ സൈന്യത്തെ വിളിച്ച് യുദ്ധത്തിന് ഒരുക്കുന്ന ഒരു കാഹളം പോലെയാണ് നമ്മൾ കാണുന്നത്. ഈ സൈന്യമാകട്ടെ പ്രകൃതിയിലുള്ള ശക്തികൾ തന്നെ. ഇനി എന്താണ് 1-ാമത്തെ കാഹളം മുഴക്കുമ്പോൾ സംഭവിച്ചത്? രക്തം കലർന്ന തീയും കന്മഴയും ഉണ്ടായി. അഗ്നിബാധയും കന്മഴയും രക്തവുമെല്ലാം പുറപ്പാട് പുസ്തകത്തിലെ ബാധകളിൽപ്പെട്ടവ തന്നെയാണ്. ഇപ്പോഴേ ദൈവം ഈ ഭൂമിയുടെ മേൽ തൻ്റെ ശിക്ഷാവിധി നടപ്പിലാക്കുന്നു, അയക്കുന്നു എന്ന് ചുരുക്കം. പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലമായി ചില സ്വാഭാവിക സംഭവങ്ങളും ഉണ്ടാകാം. അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ അഗ്നിലാവ മുകളിലേക്ക് പോവുകയും മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ചുവന്ന ധൂളിപടലം ഉണ്ടാവും. ലാവ കടന്നു വരും. അപ്പോൾ മുകളിൽ നിന്ന് വരുന്ന അത് താഴെ നിന്ന് പോയതാണെങ്കിലും ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ സംഭവിക്കുന്ന ലാവ വരുന്നത് മുകളിൽ നിന്നായതുകൊണ്ട് അഗ്നി വർഷിക്കുന്നത് പോലെയാവും, അത് കന്മഴയാവും. ഈ ധൂളിപടലം ചുവപ്പ് നിറമുള്ളതായതുകൊണ്ട് അത് രക്തവർണ്ണമായി തീരുകയും ചെയ്യും. അത് സംഭവിച്ചതിൻ്റെ ഭാഗമായി വൃക്ഷങ്ങൾ 1/3 കത്തി ചാമ്പലായി. പച്ചപ്പുല്ല് മുഴുവനും കത്തിയെരിഞ്ഞുപോയി. 2-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. തീ പിടിച്ച വലിയ മല പോലെ എന്തോ ഒന്ന് കടലിലേക്ക് എറിയപ്പെട്ടു. അപ്പോൾ കടലിൻ്റെ 1/3 രക്തമായി. കടലിലെ ജീവജാലങ്ങളിൽ 1/3 ചത്തുപോയി. 1/3 ഭാഗം കപ്പലുകൾ നശിപ്പിക്കപ്പെട്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്,
ഈ ശിക്ഷാവിധികളെല്ലാം ആദ്യത്തേതിനേക്കാളും കുറേ കൂടി രൂക്ഷമാണ്. ആദ്യത്തെ മുദ്രകൾ തുറന്നപ്പോൾ ഭൂമിയുടെ 4/1 ശിക്ഷാവിധി നടപ്പിലായത്. ഇപ്പോഴത് കുറച്ചുകൂടി കൂടുതലാകുന്നു, 3/1 രണ്ടാമത്തേത് ഈ തീ പിടിച്ച മല പോലെ എന്തോ ഒന്ന് കടലിലേക്ക് വീഴുന്നു. ഇതൊരു പക്ഷേ വീണ്ടും അഗ്നിപർവ്വതം പൊട്ടിയതിൻ്റെതാകാം. വെസൂവിയസ് അഗ്നിപർവ്വതം പൊട്ടിയത് AD 79 അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ കത്തിയെരിയുന്ന മല കടലിൽ പതിക്കുന്നതായി ചിത്രീകരിക്കുന്നത്. മുകളിൽ നിന്ന് തീ താഴേക്ക് വരുന്നത് പോലെ വെസൂവിയസ് അഗ്നിപർവ്വതം പൊട്ടിയപ്പോൾ അടുത്തുണ്ടായിരുന്ന ബോംബെ നഗരത്തിലേക്ക് ഈ ലാവ ഒഴുകുകയും ചാരം മുഴുവൻ വീഴുകയും ആ പട്ടണം മുഴുവനും ചാരത്തിൽ മൂടിപ്പോവുകയും ചെയ്തതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും ബോംബെ നഗരത്തിൽ ചെന്നാൽ കാണാം ആ അഗ്നിപർവ്വതത്തിൻ്റെ പൊട്ടിയതിൻ്റെ അവശിഷ്ടങ്ങൾ. കടലിലെ ജീവജാലങ്ങൾ 3/1 ചത്തുപോയി. അപ്പോൾ കടലിലെ വെള്ളം രക്തമയമായി മാറിയത് ഈജിപ്തിലെ ബാധിച്ച ആ ബാധയുമായി സാമ്യമുണ്ട് താനും. മൂന്നാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ പന്തം പോലെ കത്തുന്ന ഒരു വലിയ നക്ഷത്രം ആകാശത്തു നടന്ന് നദികളുടെ 3/1 നീരുറവകളിന്മേലും പതിച്ചു. ആ നക്ഷത്രത്തിൻ്റെ പേര് തിക്തകം. അത് വീണപ്പോൾ ജലത്തിൻ്റെ 3/1 തിക്തകമായി. ഈ ജലത്താൽ അനേകം പേർ മൃതിയടഞ്ഞു. കാരണം അത് ആയിരുന്നു. കയ്പുള്ള വെള്ളം കുടിക്കാൻ സാധിക്കാതെ വന്ന സംഭവം പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വെള്ളത്തിൽ കർത്താവ് കാണിച്ചു കൊടുത്ത് തടിക്കഷ്ണം ഇട്ടപ്പോഴാണ് ആ വെള്ളം മധുരമുള്ളതായി തീർന്നത്, ശുദ്ധമായി തീർന്നത്. ഇവിടെ പുറപ്പാട് സംഭവത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വെള്ളം മുഴുവനും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ വിഷമയമായി മാറുന്നു, തിക്തമായി മാറുന്നു. അപ്പോൾ ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കാനായി പ്രവർത്തിച്ച അത്ഭുതങ്ങളായിരുന്നു ഈജിപ്തിലെ 10 ബാധകൾ. അടിമകളാക്കി വയ്ക്കപ്പെട്ടിരുന്ന ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതിരുന്ന ഫറവോയുടെയും സൈന്യത്തിൻ്റെയും ജനത്തിൻ്റെയും മേൽ ദൈവം അയച്ചതാണ് 10 ബാധകൾ. ഇവിടെ ഇപ്പോൾ ഈ 10 ബാധകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അത് ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന, നശിപ്പിക്കുന്ന സമൂഹത്തിനെതിരെയാണ് ഈ ശിക്ഷാവിധി നടപ്പിലാവുക. ശിക്ഷാവിധി അധികവും പ്രപഞ്ചത്തിന്മേലാണ് നടപ്പിലാക്കുന്നത്. അതേസമയം അത് മനുഷ്യരെയും ബാധിക്കുന്നു. നാലാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സൂര്യൻ്റെ 3/1 ചന്ദ്രൻ്റെ 3/1 നക്ഷത്രങ്ങളുടെ 3/1 തകർക്കപ്പെട്ടു. തന്മൂലം അവയുടെ 3/1 ഇരുണ്ടുപോയി. അന്ധകാരം വ്യാപിച്ചതും പുറപ്പാട് പുസ്തകത്തിലെ ബാധകളിൽ ഒന്ന് തന്നെ. പിന്നെ മധ്യാകാശത്തിൽ പറക്കുന്ന ഒരു കഴുകനെ ഞാൻ കണ്ടു. വലിയ സ്വരത്തിൽ അത് ഇങ്ങനെ വിളിച്ചു പറയുന്നതും കേട്ടു. ഇനിയും കാഹളം മുഴക്കാനിരിക്കുന്ന 3 ദൂതന്മാരുടെ കാഹളധ്വനി മൂലം ഭൂവാസികൾക്ക് ദുരിതം, ദുരിതം, ദുരിതം. ഇപ്പോൾ കടന്നു വന്നതിനേക്കാളൊക്കെ വലിയതായ എന്തോ ഭീകരമായ ഒന്ന് ഇനിയും വരാൻ പോകുന്നു എന്നാണ് കഴുകൻ വിളിച്ചു പറയുക. മധ്യാകാശം എന്ന് പറയുകയുണ്ടായി. ആകാശം കുട പോലെ വിരിച്ചു നിർത്തിയിരിക്കുന്നൊരു കമാനമാണ്. അതിൻ്റെ ഏറ്റവും ഉച്ചമാണ് മധ്യാകാശം. സൂര്യൻ ഉച്ചയ്ക്ക് എത്തി നിൽക്കുന്ന ആ സ്ഥലത്തെ മധ്യാകാശം എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ, എല്ലാവർക്കും കേൾക്കത്തക്ക രീതിയിലാണ് കഴുകൻ വിളിച്ചു പറയുന്നത്. ഇതൊരു ദൈവദൂതനെക്കുറിച്ചല്ല പറയുക. പിന്നെന്താണ് കഴുകൻ വിളിച്ചു പറയുക? പ്രപഞ്ചത്തിൽ തന്നെ ദൈവം നൽകുന്ന അടയാളങ്ങളാണ്, എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലുള്ള അടയാളങ്ങൾ. ഇന്നും ധാരാളം അടയാളങ്ങൾ പ്രപഞ്ചത്തിലുണ്ടാകുന്നുണ്ട്. നമ്മുടെ വെള്ളവും നമ്മുടെ മണ്ണും നമ്മുടെ വായുവും മലിനമായി തീർന്നിരിക്കുന്നു, മരണം വിതയ്ക്കുന്നതായി തീർന്നിരിക്കുന്നുവെല്ലാം. എത്രയോ അടയാളങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നതും സഹാറ പോലുള്ള മരുഭൂമികൾ വികസിക്കുന്നതും കാലാവസ്ഥ ആകപ്പാടെ തകിടം മറിയുന്നതും താളം തെറ്റുന്നതുമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മധ്യാകാശത്തിൽ പറക്കുന്ന കഴുകൻ്റെ സന്ദേശം പോലെ ഇവയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വലിയ ദുരന്തത്തിന് കാരണം. ഇപ്പോൾ ദൈവം നൽകുന്ന അടയാളങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് വീക്ഷിച്ചെടുക്കണം. നിങ്ങൾക്ക് കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയുണ്ടായി. കാലത്തിൻ്റെ അടയാളങ്ങൾ, പ്രകൃതിയിൽ കാണുന്ന അടയാളങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് മധ്യാകാശത്തിൽ പറക്കുന്ന കഴുകൻ്റെ അടയാളം. ഇനി വരുന്ന 2 ബാധകൾ, മഹാമാരികൾ വളരെ ഭീകരമായവയാണ്. ആദ്യത്തേത് വെട്ടുക്കിളികളെ സംബന്ധിക്കുന്ന 5-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഒരു നക്ഷത്രം വീഴുന്നത് ഞാൻ കണ്ടു. പാതാള ഗർത്തത്തിൻ്റെ വാതിൽ താക്കോൽ അതിന് നൽകപ്പെട്ടു. അത് പാതാള ഗർത്തം തുറന്നു. അവിടെ നിന്ന് വലിയ തീച്ചൂളയിൽ നിന്ന് എന്ന പോലെ പുക പൊങ്ങി. ആ പുക കൊണ്ട് സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി. ആ പുകയിൽ നിന്ന് വെട്ടുക്കിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു വന്നു. ഭൂമിയിലെ തേളുകൾ പോലുള്ള ശക്തി അവയ്ക്ക് നൽകപ്പെട്ടിരുന്നു. വെട്ടുക്കിളി ശല്യം
വെട്ടുക്കിളികളെ ഒരു പൈശാചികമായ ഭീകരത കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിൽ. വെട്ടുക്കിളികളെക്കുറിച്ചുള്ള വിവരണത്തിൽ ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ സ്വാധീനം കാണാം. ഞാൻ ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കട്ടെ. 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. അതിശക്തവും സംഖ്യാതീതവുമായൊരു ജനത എൻ്റെ ദേശത്തിനെതിരെ വന്നിരിക്കുന്നു. അതിൻ്റെ പല്ല് സിംഹത്തിൻ്റേതുപോലെയും ദംഷ്ട്രകൾ സിംഹിയുടേതുപോലെയുമാണ്. പിന്നീട് 2-ാമത്തെ അധ്യായത്തിൽ 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വിശദമായി ഈ വെട്ടുക്കിളികളെക്കുറിച്ച് ചിത്രീകരിക്കുന്നുണ്ട്. 7-ാമത്തെ വാക്യം. യുദ്ധവീരന്മാരെ പോലെ അവർ പാഞ്ഞെടുക്കുന്നു, പടയാളികളെപ്പോലെ മതിലുകൾ കയറുന്നു. നിരതെറ്റാതെ ഓരോരുത്തരും താങ്കളുടെ മാർഗത്തിൽ അടിവെച്ച് നീങ്ങുന്നു. ആർക്കും തടയാനായില്ല. നഗരത്തിൽ ചാടി വീഴുന്നു, മതിലുകളിൽ ഓടി നടക്കുന്നു. കള്ളനെപ്പോലെ ജാലകങ്ങളിലൂടെ വീട്ടിനുള്ളിൽ കടക്കുന്നു. അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം വിറകൊള്ളുന്നു, സൂര്യചന്ദ്രന്മാർ ഇരുണ്ടുപോകുന്നു, നക്ഷത്രങ്ങൾ തങ്ങളുടെ പ്രകാശം മറച്ചു കളയുന്നു. ഇങ്ങനെ ഭീകരമായ ഒരു അവസ്ഥ ഇസ്രായേലിൽ സംജാതമാകും എന്ന് ജോയൽ പ്രവാചകനോട് പറഞ്ഞു വെച്ചു. പ്രകൃതിക്ഷോഭത്തെ, പ്രകൃതിയിലൂടെ ഉണ്ടാകുന്ന ശിക്ഷാവിധിയെ പൈശാചികത കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുകയാണ് ഇവിടെ യോഹന്നാൻ്റെ വെളിപാടിൽ. ഭൂമിയിലേക്ക് അവർ പുറപ്പെട്ടു വന്നു. ഭൂമിയിലെ തേളുകളുടേതുപോലുള്ള ശക്തി അവയ്ക്ക് നൽകപ്പെട്ടു. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത 7 മനുഷ്യരെ അല്ലാതെ മറ്റാരെയും ഭൂമിയിലെ പുല്ലിനെയോ പച്ചച്ചെടികളെയോ വൃക്ഷങ്ങളെയോ ഉപദ്രവിക്കരുതെന്ന് അവയോട് കൽപ്പിച്ചു. മനുഷ്യരെ കൊല്ലാനല്ല, 5 മാസം പീഡിപ്പിച്ച് ഞെരുക്കാനാണ് അവയ്ക്ക് അനുവാദം നൽകപ്പെട്ടത്. വെട്ടുക്കിളികൾ സാധാരണ സസ്യങ്ങളെയാണ് ആക്രമിക്കുക, പച്ചിലയായതെല്ലാം തിന്നും. പക്ഷേ ഇവിടുത്തെ വെട്ടുക്കിളികൾക്ക് പ്രത്യേകതയുണ്ട്. ഇത് മനുഷ്യരെ പീഡിപ്പിക്കാനാണ് വന്നിരിക്കുന്നത് അത്രേ. 5 മാസം പീഡിപ്പിക്കും എന്ന് പറയുന്നത് വെട്ടുക്കിളിയുടെ ജീവകാലം 5 മാസം ആയതുകൊണ്ടാണ്. വെട്ടുക്കിളികളുടെ പ്രത്യേക ചിത്രീകരണമുണ്ട്. പടക്കോ പണിഞ്ഞ കുതിരകളെ പോലെയാണ് എന്ന് പറയും. 2-ാമത്തെ മഹാമാരി അഥവാ 6-ാമത്തെ കാഹളം വിളിക്കുമ്പോൾ വരുന്ന ഭീകരമായ പൈശാചികമായ 2-ാമത്തെ മഹാമാരി എന്തിനെയാണ് ചിത്രീകരിക്കുന്നത്, എവിടുന്നാണ് എടുത്തിരിക്കുന്നത് ആർക്കും പിടികിട്ടാത്ത ഒന്നാണ്. യുദ്ധത്തിൻ്റെ പൈശാചികത എടുത്തു കാണിക്കുന്നതായി ഈ ചിത്രത്തെ വ്യാഖ്യാതാക്കൾ കരുതുന്നു. 6-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ ദൈവസന്നിധിയിലുള്ള സുവർണ്ണ ബലിപീഠത്തിൻ്റെ 4 വളർകോണുകളിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. വളർകോണെന്ന് പറഞ്ഞാൽ ബലിപീഠത്തിൻ്റെ 4 വശത്തുമായി കൊമ്പ് പോലെ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ്. അവിടെയാണ് രക്തം പുരട്ടുന്നത് ബലി അർപ്പിച്ച മൃഗത്തിൻ്റെ. ആ വളർകോണിൽ പിടിച്ചു നിൽക്കുന്ന വ്യക്തികൾക്ക് സംരക്ഷണം കിട്ടും. അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് ബലിപീഠത്തിൻ്റെ ചുറ്റുമുള്ള കൊമ്പുകൾ. അത് കാഹളം പിടിച്ചിരുന്ന 6-ാമത്തെ ദൂതനോട് പറഞ്ഞു, യൂഫ്രട്ടീസ് വൻനദിയുടെ കരയിൽ ബന്ധിതരായി കഴിയുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക. ആ 4 ദൂതന്മാർ ഭൂമിയിലേക്ക് വീശാതിരിക്കുന്ന 4 കാറ്റുകളെ പിടിച്ചു നിർത്തിയിരുന്നതുമായി സാമ്യമുള്ളതാണ്. ആ ദൂതന്മാരെ അഴിച്ചുവിടുമ്പോഴാണ് ഭൂമിയിൽ ശിക്ഷാവിധികൾ നടപ്പിലാവുക. നമുക്ക് ഈ 6-ാമത്തെ കാഹളവും അതിന് ശേഷമുണ്ടാകുന്ന ദൂതന്മാരുടെ വരവും അടുത്ത തവണ പഠന വിഷയമാക്കാം. തൽക്കാലം നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഈ വിചിന്തനങ്ങൾ സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ വചനം കേൾക്കുകയും അത് വിശ്വസിച്ചനുസരിക്കുകയും ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ തയ്യാറാവുകയും ചെയ്യാത്തവരുടെ മേൽ വലിയ ശിക്ഷാവിധി ഉണ്ടാകും, വലിയ നാശം വന്നു ഭവിക്കും എന്ന് അവിടുന്ന് ഈ ഗ്രന്ഥത്തിലൂടെ, ഈ അടയാളങ്ങളിലൂടെ ഞങ്ങളോട് അരുളി ചെയ്യുകയാണല്ലോ. കർത്താവേ, പ്രപഞ്ചത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും മനസ്സിലാക്കി അങ്ങയുടെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാനും അങ്ങയുടെ ആഹ്വാനത്തിന് കാത് ഓർക്കാനും അങ്ങയുടെ വിളി അനുസരിച്ച് മനസ്സ് തിരിയാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. കർത്താവെ, അങ്ങ് അയക്കാൻ പോകുന്ന ശിക്ഷകൾ അവിടുന്ന് തന്നെ തടയണമേ. ശിക്ഷിക്കപ്പെടാതെ അങ്ങയുടെ രക്ഷയിൽ പങ്കുചേരാനുള്ള കൃപ എല്ലാവർക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.